നമസ്കാരം. വിവാദങ്ങളാണ് ലോകമെമ്പാടുമുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത. അവർ വിവാദങ്ങളുടെ പിന്നാലെ മഴ തേടി നടക്കുന്ന വേഴാമ്പലിനെ പോലെ അലയുന്നു. അതിൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിലാണെന്ന് മാത്രം. പക്ഷെ ഇത് ലോകത്തെല്ലായിടത്തുമുണ്ട്. വിവാദങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. ബ്രിട്ടനിൽ ഈ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. ജെയ്സൺ ആർഡേ എന്നു പേരുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോയിൻ ചെയ്യുന്നു. ഈ ജെയ്സന് വലിയ ജനപ്രീതി മാധ്യമങ്ങളിലൂടെ കിട്ടുന്നു. കറുത്ത വർഗ്ഗക്കാരനായ ഏറ്റവും പ്രായം കുറഞ്ഞ കേംബ്രിഡ്ജ് പ്രൊഫസർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടിയതാണ് വാർത്തകളിൽ നിറയാൻ കാരണം. ഇത് വെള്ളക്കാരായ വലതുവംശീയവാദികളിൽ പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു. ഈ ജെയ്സന്റെ പ്രബന്ധങ്ങൾ പലതും കോപ്പിയടിച്ചതാണ് എന്ന് പറഞ്ഞ് അവർ പരാതി കൊടുക്കുന്നു. മാധ്യമങ്ങളിൽ ജെയ്സൺ വേട്ട ആരംഭിക്കുന്നു. ജെയ്സൺ പ്രബന്ധം കോപ്പിയടിച്ച് കേംബ്രിഡ്ജ് പോലുള്ള ഉന്നതമായ സർവകലാശാലയിൽ അധ്യാപകനായി എന്ന പേരുദോഷമുണ്ടാകുന്നു. ജെയ്സൺ ആ പദവി രാജിവെക്കുന്നു. കഴിഞ്ഞ ദിവസം ജെയ്സൺ തൻ്റെ മുറിയിൽ സ്വയം ജീവനൊടുക്കി. 40 വയസ്സ് പോലും ആകാത്ത ഒരു ചെറുപ്പക്കാരനാണ് മാധ്യമവേട്ടയ്ക്കിരയായത്. ഇത് ലോകമെമ്പാടും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ വിവാദ നായകരിൽ പലർക്കും തൊലിക്കെട്ടി കൂടുതലുള്ളത് കൊണ്ട് ഇവരാരും ജീവനൊടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ നിരപരാധികളെ മനുഷ്യർക്കെതിരെ ഇത്തരം വ്യാജ വാർത്തകൾ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന സംഘർഷം അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഈ നാട്ടിലെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, തട്ടിപ്പിനെതിരെ, വ്യാവസായിക രാഷ്ട്രീയ മത കൂട്ടുകെട്ടിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നു എന്നതുകൊണ്ട് മാത്രം എനിക്കെതിരെ നിരവധി വ്യാജ വാർത്തകൾ വരാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം എൻ്റെ തൊലിക്കെട്ടി ഇതൊക്കെ കണ്ട് അല്പം മുന്തിയത് തന്നെയാണ്. എന്നാൽ എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയ്ക്കെതിരെ തുടർച്ചയായി കൊടുത്തത് 9 വ്യാജ വാർത്തകളാണ്. അർഹതപ്പെട്ടതുപോലും ചോദിച്ചു വാങ്ങാത്ത എൻ്റെ ഭാര്യ അന്ന് അനുഭവിച്ച സംഘർഷം, ജീവൻ ഒടുക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചത്, അതിനുശേഷം ഒരിക്കൽ പോലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നടക്കുന്നതൊക്കെ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്ന് മനസ്സിലാക്കി ഒതുങ്ങിക്കഴിയുകയാണ് ഇപ്പോഴും. അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഭാര്യ കൊടുത്തിരിക്കുന്ന നഷ്ടപരിഹാര കേസ് തിരുവനന്തപുരം സബ് കോടതിയിലുള്ളത് കൊണ്ട് മാത്രം അതിന് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇതൊന്നും ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഇത്തരം കള്ളവാർത്തകൾ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കോ കുറ്റബോധം പോലും ഉണ്ടാക്കുന്നില്ല. അവർക്ക് വാർത്ത മാത്രം മതി. റിപ്പോർട്ടർ ചാനൽ എത്രയോ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് എത്രയോ നിരപരാധികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ബെന്നി എന്നു പേരുള്ള സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ മുട്ടിൽ മരമുറി കേസിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ നടപടികളുമായി മുമ്പോട്ട് പോയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വ്യാജ ബലാത്സംഗ കേസിൽ കുടുക്കാൻ റിപ്പോർട്ടർ മുതലാളിമാർ നടത്തിയ വൃത്തികെട്ട നീക്കം നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ഇന്നലെ ചില പത്രങ്ങളിലും ചാനലുകളിലും വന്ന ഒരു വാർത്തയാണ്. 24-ലെ എൻ്റെ സുഹൃത്ത് ഹാഷ്മി ആവേശത്തോടുകൂടി വാർത്ത അവതരിപ്പിക്കുന്നത് ഞാൻ മുഴുവൻ കേട്ടു. തൃശൂർ മാലയിലുള്ള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന സ്ഥാപനത്തിൽ ഇന്നലെ നടന്ന സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാൻ കുട്ടികളിൽ പലരും വരാതെ പോയ വേദനയിൽ അദ്ദേഹം മാതാപിതാക്കളുടെ ഗ്രൂപ്പിൽ ഇട്ട ഒരു വോയിസാണ് ഹാഷ്മിയെയും മറ്റുള്ളവരെയും പ്രകോപിപ്പിച്ചത്. ആ വോയിസ് ഇങ്ങനെയായിരുന്നു. ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. മുസ്ലിം 2 പരിപാടി നടക്കണം. ഒന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മളിൽ ആഘോഷിക്കുന്നു. നമ്മൾ പൂർവിക കഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിത്ത സ്വാതന്ത്ര്യം, നിങ്ങൾക്കൊക്കെ ഈ സ്വാതന്ത്ര്യത്തിലൂടെ നടക്കാൻ സാധിക്കുന്ന അവസരമുണ്ടാക്കിയ സ്വാതന്ത്ര്യ സമരവും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. ഒപ്പം ഇന്ന് സെറമണി നടത്തുന്നുണ്ട്. കുട്ടികളുടെ നേതൃത്വ പാഠവും കാണിക്കുന്നതിനാണ് ഇത് നടത്തുന്നത്. ഞാൻ ഇന്ന് എല്ലാ റൂട്ടിലും ബസ് ഓടിയിട്ടുണ്ട്. നല്ല റൂട്ടിലും ബസ് ഓടുന്നതിനും ഇവിടെ ചെലവുകൾക്കുമായി 1 ലക്ഷം രൂപ ചെലവുണ്ട്. ഇത് എനിക്ക് പോക്കറ്റഡായിരുന്നു പരിപാടി നടത്താതെ. പക്ഷെ കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും, എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്രഷൻ പറഞ്ഞ്, എന്നെ നേരിട്ട് കണ്ട എക്സ്പ്രഷൻ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം
അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ കയറത്തില്ല. ആദ്യത്തെ ഒരു പീരീഡ് അവർ പുറത്തു നിർത്തി ക്ലാസ്സിൽ എത്തുന്നത്. ഈ വോയിസിൽ അറിയാതെ പറഞ്ഞ പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ എന്ന ചോദ്യമാണ് ഇവരെയൊക്കെ പ്രകോപിപ്പിച്ചത്. ഹാഷ്മി വാർത്ത അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് മാത്രം പോയാൽ മതിയോ, മറ്റൊരിടത്തേക്കും പോവണ്ടേ എന്നാണ്. ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ പേരിൽ ഇന്ന് SFIക്കാരും SDPIക്കാരും ഒക്കെ ഈ സ്കൂളിലേക്ക് പ്രകടനം നടത്തുന്നു. മുസ്ലിം ലീഗും SDPIയും ഈ രാജു ഡേവിസിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു. ഈ വോയിസ് ക്ലിപ്പ് കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുക, അതിൽ എന്താണ് കുഴപ്പം? പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ നിയമവിരുദ്ധമാകും? അതുകൊണ്ടാണ് അതേ ഗ്രൂപ്പിൽ ഡേവിസ് മറ്റൊരു ശബ്ദരേഖയിട്ട് ഇങ്ങനെ ചോദിച്ചത്. പേരൻസ്, ഞാൻ ഇന്നലെ വളരെ വ്യക്തിയോടെയാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള, സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചുള്ള മെസ്സേജ് കൊടുത്തത്. അത് ചിലവർക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇതിലെല്ലാം പങ്കെടുക്കേണ്ടതാണത് എല്ലാ കുട്ടികൾക്കും കടമയാണ്, എല്ലാ രക്ഷിതാക്കളും കടമയാണ് മക്കളെ വിടേണ്ടത്. അതിന് ഞാൻ പറഞ്ഞ സെൻസ്, ഇതിൽ വരാത്തവര് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ അറബ് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ സുഡാനിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. ഞാൻ മലേഷ്യക്ക് പോകണമെന്ന് പറഞ്ഞില്ല. അതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇന്ന മതവിഭാഗങ്ങളുടെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പറയാമായിരുന്നു. അതല്ല പറഞ്ഞത്. ഞാൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ ഇന്നേ വരെ ജീവിതത്തിൽ 1947 തൊട്ട് ഇന്നേ വരെ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. ഇന്ത്യയെ പല കാലങ്ങളിലും അകാരണമായി ആക്രമിച്ച രാജ്യമാണ്. ഇന്ത്യയിലെ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭീകരപ്രവർത്തനങ്ങൾക്കും പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ്. അടുത്ത കാലത്ത് കാശ്മീരിൽ നടന്ന ഭീകരപ്രവർത്തനങ്ങൾ, ഇന്ത്യക്കേറെ പലപ്പോഴും നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ, സൈനിക ആക്രമണങ്ങൾ എല്ലാം പാകിസ്ഥാനിലാണ്. മറ്റു രാജ്യങ്ങളും ചെയ്യുന്നില്ല. മറ്റു ബംഗ്ലാദേശ് അതിർത്തിയുണ്ട്, നമ്മളെ അത് ആക്രമിക്കുന്നില്ല. അറബ് രാജ്യങ്ങളുണ്ട്, അവർ നമുക്ക് നമ്മളോട് വളരെ സ്നേഹത്തിൽ പോകുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ പാകിസ്ഥാൻ മാത്രം നമ്മളെ നിരന്തരമായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനൊന്നും ഇവിടെ രാജ്യസ്നേഹമില്ലാതെ വളർത്തുന്ന പകരം ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അതിൽ എന്റെ എങ്ങനെ ഏതൊരു ഇത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞു. പറഞ്ഞ ആൾക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. രാജ്യദ്രോഹമാണ്, രാജ്യത്തിന് ഇന്ത്യക്കെതിരാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുന്ന പറഞ്ഞതാണ് ഇന്ത്യക്കെതിരാണെന്ന് പറഞ്ഞേക്കണേ. അത് വിപക്കത്തോട് പറഞ്ഞതാണ്. അപ്പൊ ഇതില് എനിക്ക് അതൊരു ഇച്ഛാഭംഗം തോന്നുന്നില്ല, തെറ്റില്ല. ഞാനൊരു പ്രത്യേക മതവിഭാഗങ്ങളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ അവരോടൊക്കെ വളരെ സഹകരിച്ചും സ്നേഹിച്ചും പോകുന്ന ആളാണ്. അവരൊക്കെ പള്ളിയിൽ പോകണമെങ്കിലും ഒക്കെ ഞാൻ ബസ്സാർ പാടി ഓരോ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാ ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെ ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോകും, മുസ്ലിമുകളെ വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ടുപോകും, മറ്റുള്ളവർ അമ്പലത്തിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇതിനൊക്കെ വണ്ടിയൊക്കെ അറിയിച്ചത് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത് എന്റെ രാജ്യസ്നേഹവും എന്റെ അഖണ്ഡതയും മതനിരപേക്ഷതയൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. അത് സ്വയം മനസ്സിൽ തോന്നിയ ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ ഇടവന്നത്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പെരുമാറണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. ഇദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ? സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി 50ഓളം വാഹനങ്ങൾ അയച്ച അധ്യാപകരെല്ലാം കുട്ടികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ ചില കുട്ടികൾ വരുന്നില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന ധാർമ്മിക രോഷം. അവർ ഇവിടെയല്ല ജീവിക്കേണ്ടത്, പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതിലെവിടെയാണ് മതമുള്ളത്? ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വിശ്വാസമില്ലാത്തവർ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് മതം വരുന്നത്? അവിടെ എങ്ങനെയാണ് ഭിന്നത വരുന്നത്? ഇത് വിവാദമാക്കിയതിൽ, കേസെടുത്തതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം ദുബായിലേക്ക് പോകില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ഇദ്ദേഹം ഇറാനിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ലല്ലോ, പാകിസ്ഥാനിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്. ഇതിലെവിടെയാണ് മതം? പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടൻ തന്നെ മതം ആദ്യം വരുന്നത് ദേശസ്നേഹമില്ലാത്തവർക്കാണ്. പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ആദ്യം വരേണ്ടത് നമ്മുടെ ശത്രു രാജ്യം എന്ന വികാരമാണ്. മതം രണ്ടാമതാണ്. നിങ്ങൾ ദുബായിലേക്ക് പോകൂ അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മതം ചിന്തിക്കാം. എന്തൊരു കഷ്ടമാണ്! ഇതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ഈ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് മാളയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും താല്പര്യം പരിഗണിച്ച് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തമായ പരീക്ഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, ഫോണറ്റിക്സ് പഠിപ്പിക്കാൻ ബ്രിട്ടനിൽ നിന്ന് ആളെ കൊണ്ടുവരും, ഹിന്ദി പഠിപ്പിക്കാൻ വടക്കേന്ത്യയിൽ നിന്ന് ആളെ കൊണ്ടുവരും. എന്ന് മാത്രമല്ല, ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ദുബായിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഈ സ്കൂൾ ഉടമയെയും ഈ സ്ഥാപനത്തെ വിശ്വാസമുള്ളത് കൊണ്ട് മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവിടും. അങ്ങനെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഈ മേന്മ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം 100 CBSE സ്കൂളുകളെ സൈനിക സ്കൂളുമായി അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള
ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിൽ ഈ സ്കൂളും പെട്ടിരുന്നു. എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് സൈനിക സ്കൂളിൽ പോലെ തുല്യമായ പരിഗണന കൊടുത്ത് ഇന്ത്യൻ സേനയിലേക്ക് പ്രവേശനം കിട്ടാൻ സാധ്യത തെളിഞ്ഞു. ഇതോടുകൂടി ഈ സ്കൂളിൽ വലിയ ഡിമാൻഡ് ഉയർന്നു. പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഈ സ്കൂളിനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയാണ് ഈ കുത്തിത്തിരിപ്പുമായി ചിലർ രംഗത്ത് വരാൻ കാരണം. ഒരു കാര്യവുമില്ലാതൊരു വിവാദം കുത്തിപ്പൊക്കുകയാണ്. അന്ന് ആ സ്ഥാപനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും പ്രശ്നവും അവർക്കേ മനസ്സിലാവൂ. ഞാൻ ഈ രാജു ഡേവിസിനോട് ഇതേക്കുറിച്ച് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം സാർ. സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പും ചില വാർത്തകളൊക്കെ ഉണ്ട് സാർ, അതൊന്ന് പറയാമോ, എന്താ സംഭവിച്ചത്? നമ്മള് സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 1 മണി വരെ വിവിധ പരിപാടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് പറയണ്ടേ. അതിനുവേണ്ടി നമ്മുടെ 50ഓളം ബസ്സുകൾ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിക്കുന്നുണ്ടേ. അക്ഷര സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ കുട്ടികൾ, വലിയ ക്ലാസ്സിലെ കുട്ടികൾ പലരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നമ്മളത് തെറ്റ് അവര് ഇവിടേക്ക് വരാമോ അതുകൊണ്ട് വേറെ ദിവസം പോയിണ്ടാവുന്ന. അപ്പൊ അതിലൊരു വികാരം വന്നപ്പോൾ ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു. ഇത് സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാത്തവര് പാകിസ്ഥാനിലേക്ക് ശരിയല്ല, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്ന നല്ലത് എന്ന് പറഞ്ഞിട്ടു. ഞാൻ അതിന് ദുർദ്ദേശം ഉണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് പാകിസ്ഥാൻ. 1947 ഇതുവരെ ശത്രുരാജ്യമാണ്. അപ്പൊ അത് ആ ഒരു അർത്ഥം മാത്രമേ ഉപയോഗിച്ചു. ഞാനാണെങ്കിൽ എനിക്ക് ദുബായിക്ക് പോകാനോ ബംഗ്ലാദേശിൽ പോകാനോ അറബ് രാജ്യങ്ങളിൽ പോകാനോ ഉഗാണ്ടയിൽ പോകാനൊക്കെ പറയാം. അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത് ആണ് പറഞ്ഞത്. പക്ഷെ അതിന് ഒരു ഇത് പറഞ്ഞപ്പോൾ വളരെ അതിന് വല്ല അർത്ഥങ്ങളുണ്ട്. വേറെ ചില ഉപയോഗിക്കുന്ന ഭാഷയാണ് അത്. യേശുവിൽ പറഞ്ഞ അന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സും അതിന് എതിർപ്പും ഒക്കെ വന്നു. അപ്പോഴാണ് പലരും എനിക്ക് പറഞ്ഞത് ഇതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ആ വാക്ക് പശി പോയി, ബാക്കിയെല്ലാം ശരിയാണ്. ആ വാക്ക് പശി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആ വാക്ക് ഉപയോഗിച്ച ഒരു ഖേദപ്രകടനം ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ഒരു ഖേദപ്രകടനം നടത്തി. എന്നാൽ അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ അർത്ഥമുണ്ടെങ്കിൽ ഞാനത് ഉപയോഗിച്ച് തെറ്റായി പോയി. ഖേദിക്കുന്നൊരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഉണ്ടായ സംഭവങ്ങൾ. നമുക്കെന്ന് വെച്ചാല് കുട്ടികളൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഈ പരിപാടി സ്വാതന്ത്ര്യ ദിനാഘോഷം പങ്കെടുക്കണം, എന്നാലേ ഇതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. മനസ്സിലായി. അപ്പൊ ആ ഒരു ഉദ്ദേശം മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ. ഇവിടെ എന്തെങ്കിലും പ്രതിഷേധമോ എല്ലാം നടന്നോ? പിള്ളേർ SFIക്കാര് തന്നെ SFIക്കാരുടെ പ്രതിഷേധമുണ്ട്. പ്രതിഷേധം നടക്കില്ല, നടക്കുമെന്ന് പറഞ്ഞു. നമ്മള് പിന്നെ മാതാപിതാക്കളുടെ വല്ലതും പരാതി വല്ലതും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതൊക്കെ പരാതി ഒന്നുമില്ല, വന്നിട്ടില്ല. ആരോ പോലീസിൽ പരാതി കൊടുക്കുന്ന ചില വാർത്തകൾ കണ്ടു. പോലീസിൽ പരാതി കൊടുത്തേക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും SDP ആണ്. പോലീസ് വിളിച്ചിട്ടില്ല. ഇല്ല. നമ്മൾ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പോലീസ് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു.